ഇരിങ്ങാലക്കുട ജനങ്ങൾ UDF-ലും എലിവനായി എന്നിലും അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ഏറ്റവും നല്ല ഒരു തെളിവാണ് ഈ വിജയം എന്ന് ഞങ്ങളെല്ലാവരും വിലയിരുത്തുകയാണ്. ഈ നിയോജകമണ്ഡലത്തിൽ UDF-ൻ്റെ അടുക്കും ചിട്ടയുമാർന്ന പ്രവർത്തനം ഈ വിജയത്തിന് പ്രത്യേകമായി കാരണമായിട്ടുണ്ട്. ശ്രീമാൻ CMB ജാക്സന്റെ നേതൃത്വത്തിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് വളരെ നല്ല നില പ്രവർത്തനം ഈ നിയോജകമണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. CMB ജാക്സനെയും അദ്ദേഹത്തോടൊപ്പമുള്ള ഭാരവാഹികളെയും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എളിയ സഹോദരൻ നിലയിൽ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുട ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ജാതി മതചിന്തകൾക്ക് അതീതമായി എല്ലാവരും നമ്മോട് സഹകരിക്കുകയുണ്ടായി. ഇത് ജനങ്ങളുടെ വലിയൊരു വിജയമാണ്. ഒരു വലിയ സംസ്കാരം നമുക്ക് ഈ മണ്ണിൽ കൂടുതലായി ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയത്തിനും ജാതിക്കുമൊക്കെ അപ്പുറത്തുള്ള സംസ്കാരമാണ്. അത് ഇരിങ്ങാലക്കുട കേരളത്തിന് മാതൃകയായി നൽകിയിട്ടുള്ള വലിയ സംസ്കാരമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇരിങ്ങാലക്കുടയിലെ നാനാ ജാതി ഭാഗത്തിൽപ്പെട്ട നല്ലവരെ സഹോദരന്മാർ, വിവിധ രാഷ്ട്രീയ കക്ഷിയാളുകൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു വിജയം കൂടിയാണ്. പരാജയപ്പെടുന്ന ആളുകൾ ജനങ്ങൾക്ക് എതിരായിട്ടുള്ള ആളുകളല്ല, അവർക്കുമുണ്ട് ജനങ്ങളുടെ പിന്തുണ. അവിടെയൊക്കെ സഹകരണം തേടിക്കൊണ്ട് തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ഇനിയും ഞാൻ മുന്നോട്ട് പോകും. ഈ നാട് തീർച്ചയായും ഞാൻ പറയുന്നത് പ്രത്യേകമായി ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ട നാടാണ്. ഈ നാടിൻ്റെ പുണ്യം വളരെ വലുതാണ്. ഇതൊന്ന് നിലനിർത്താൻ കഴിയണം. അതിനെല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. തീർത്താ നന്ദി ഈ നാട്ടിലെ ജനങ്ങളോടുണ്ട്. 2001 എലിയോനായി എന്നെ 406 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇരിങ്ങാലക്കുടയിൽ നല്ലവരെ ജനങ്ങൾ ജയിപ്പിച്ചത്. പിന്നീട് 2006 തെരഞ്ഞെടുപ്പിൽ ആ ഭൂരിപക്ഷം വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ട് 8000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എന്നെ ഇരിങ്ങാലക്കുടയിലെ ആളുകൾ ജയിപ്പിക്കുകയുണ്ടായി, UDF ജയിപ്പിക്കുകയുണ്ടായി. ഇത് മൂന്നാമത്തെ ആട്രിക് വിജയമാണ്. ഈ തവണത്തെ വിജയം 12,461. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കാൾ മികച്ച വിജയമാണ്, നല്ല ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ വിശ്വാസവും കൂടുതൽ സഹകരണം എനിക്ക് നൽകുകയാണ്, UDF നൽകുകയാണ്. അതുകൊണ്ട് തികച്ചും വിനയാന്വിതനായി ജനങ്ങളുടെ ഈ അംഗീകാരമൊക്കെ തന്നെ മനസ്സിൽ സംസ്കരിച്ചുകൊണ്ട് എന്നും ജനങ്ങളിൽ ഒരുവനായി ജനങ്ങളുടെ ദാസനായി പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്നുകൂടി അവസരം സൂചിപ്പിക്കട്ടെ. 1957 C. അച്യുതമേനോൻ വിജയിച്ചു തൊട്ട് 96 ഓലപ്പന്തമ്പാടം വിജയിച്ചു വരെയുള്ള കാലഘട്ടത്തിലെ ഭൂരിപക്ഷത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് ഇരിങ്ങാലക്കുടയിൽ ഇത്തവണ എന്നെ വിജയിപ്പിച്ചത്. ഇരിങ്ങാലക്കുടയിലെ ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം 10,545 ഇത്തവണ അത് 10,461 വർദ്ധിച്ചപ്പോൾ ഭൂരിപക്ഷമായ 14 തവണയായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ഇത്തവണ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ കടപ്പാടും കൂടുതൽ ആത്മാർത്ഥതയും സ്നേഹവും എന്നും ജനങ്ങളോട് പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഒരുവനായി ജനങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ എളിവായി ഞാൻ ഉണ്ടാകും എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ വിഭാഗം ആളുകൾക്കും നന്മയുണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മാതൃകയായ പ്രവർത്തനമാണ് ഇരിങ്ങാലക്കുട UDF നേതൃത്വം കാഴ്ചവെച്ചിട്ടുള്ളത്. അത് ഞാൻ ഒരിക്കൽ കൂടി പറയും. CMB ജാക്സൺ അദ്ദേഹത്തിൻ്റെ കറതീർന്ന ആത്മാർത്ഥത ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി എല്ലാ സ്ഥലത്തും കാണുകയുണ്ടായി. എല്ലാ സ്ഥലത്തും എണ്ണയിട്ട് യന്ത്രത്തെപ്പോലെ UDF-ൻ്റെ കമ്മിറ്റി പ്രവർത്തിച്ചു. അതിന് പ്രിയപ്പെട്ട ജാക്സൺ ഒക്കെ നൽകിയ സംഭാവന വളരെ വലുതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും കഴിഞ്ഞ കാലഘട്ടത്തിൽ നൽകിയ സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ എല്ലാവരും ജനങ്ങൾക്കിടയിൽ നിന്നാണുള്ള കാര്യം കേൾക്കുന്നത്. എല്ലാ പഞ്ചായത്തിലും എല്ലാ മുക്കിലും മൂലയിലും മന്ത്രിയോടും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിലയിരുത്തൽ പറഞ്ഞത് 5000-നും 7000-നും ഇടയിലെന്നാണ് ജാക്സൺ പഠിച്ചത്. പക്ഷേ അത് പേഴ്സണലായ ട്രെൻഡും മറ്റ് ട്രെൻഡുകളും ഒക്കെ വന്നാൽ കുറേ കൂടി ഉയരും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു. അത് നമ്മളെല്ലാവരുടെയും കൂടിയുള്ള
ഇത് എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അത് ഇങ്ങനെ ജനങ്ങൾ പുച്ഛിച്ചള്ളിയെന്നുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമുക്ക് സാക്ഷിയല്ല. അതിന് വേറെ ചർച്ചയുടെ ആവശ്യമില്ല. ആ ഏത് ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ LDF വ്യക്തിപരമായോ സംഘടനാപരമായോ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ ആരോപണങ്ങളെ നേരടക്കം കേരളത്തിലെ ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ടോ? അവിടെയുള്ള ഓരോ ആൾക്കാർക്കല്ലേ ഇരിങ്ങാലക്കുടയിലെ വോട്ടർമാർക്ക് തോന്നുന്നുണ്ട്. 1.5 ലക്ഷം വോട്ടർമാരിൽ നിയോജകമണ്ഡലത്തിൽ 5000 ആൾ പങ്കെടുത്തിട്ട് അവർക്ക് ആവേശം ഉണ്ടായ 1,45,000 പങ്കെടുക്കാത്ത ആൾക്കാരുടെ ആവേശം നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഞങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് വ്യത്യാസം. ഓക്കെ, തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് നമുക്കെല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഒക്കെയാണ് നടത്തേണ്ടത്. അതിൻ്റെ ഇരിങ്ങാലക്കുടയ്ക്ക് സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് യോജിക്കാത്ത പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഒക്കെ ആയിട്ട് ചില ഇടതുപക്ഷ നേതാക്കന്മാർക്ക് പോയതിൻ്റെ ദുഃഖമാണ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങളുടെ പേരിലൊരു നാടകം തന്നെ അവതരിപ്പിക്കണ്ടായി. അതെ, അതൊക്കെ ജനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചവർ ജനങ്ങൾ പരിഹസിച്ച് തള്ളുകയായിരുന്നു. അത് ഇതിൽ നിന്ന് ഈ വലിയ ഭൂരിപക്ഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ഇങ്ങനെ അഭിലാഷപരമാകുന്ന അല്ലെങ്കിൽ വ്യക്തിഗത നടത്തുന്ന പ്രചരണങ്ങൾ ആരുടെ ഭാഗത്തുണ്ടായാലും ഇരിങ്ങാലക്കുടയിലെ ആളുകൾ അർഹിക്കുന്ന അവഗണനയോടുകൂടി പുച്ഛിച്ച് തള്ളും എന്നുള്ളതൊരു സൂചനയാണ്. ഇരിങ്ങാലക്കുടയിലെ സാംസ്കാരികപരമായിട്ടുള്ള ഒരു നല്ല മനോഭാവത്തിന് പോലും മങ്ങലേൽപ്പിച്ചു. ഇനി അത് ആവർത്തിക്കരുത് എന്നാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രചരണം. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും.